ഹലോ ഗൈസ്, അനിമെൻ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വാഗബോണ്ടിൻ്റെ ചാപ്റ്റർ 6ൻ്റെ മലയാളം എക്സ്പ്ലനേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഒട്ടും സമയങ്ങളെ നേരെ ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്റർ 6 ദ ട്രബിൾസ് ഓഫ് ഹോനിതൻ മത്തഹാച്ചി അറ്റ് 17. അപ്പോൾ ഈ 17ാമത്തെ വയസ്സിൽ മത്തഹാച്ചി എന്ത് കന്നന്തിരിവാണ് ചെയ്തതെന്നറിയാൻ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ സമയം രാത്രിയാണ്. നമ്മുടെ മത്തഹാച്ചി ആണെങ്കിൽ വാളും പിടിച്ചുകൊണ്ട് വീടിൻ്റെ തിണ്ണയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവന് ഉറക്കം വരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞ സുജിക്കാസെ കൊഹൈ എന്ന് പറയുന്നത് ഈ മരിച്ചുപോയ ടെന്മയുടെ അനിയനാണ്. അപ്പോൾ അവൻ വന്നാൽ അവനെ ഞാൻ തന്നെ തീർക്കും എന്നൊക്കെ ചിന്തിച്ചാണ് മത്തഹാച്ചി ഇരിക്കുന്നത്. ആ ഫസ്റ്റ് കില്ലിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് മത്തഹാച്ചി. 17ാമത്തെ വയസ്സിൽ ഞാൻ 3 പേരെ പൊരുതി കൊന്നു, ഇപ്പോഴാണ് ഞാൻ ഉശിരുള്ള ഒരു ആൺകുട്ടിയായെന്നൊക്കെ അവൻ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അവൻ്റെ കണ്ണ് ആ മുന്നിൽ അടച്ചിട്ടിരിക്കുന്ന ആ വാതിലിലേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഒക്കോ നിന്നെ എനിക്ക് വേണം എന്നൊക്കെ ഇങ്ങനെ മത്തഹാച്ചി പറയുന്നു. ഒക്കോ ആണെങ്കിൽ അകത്ത് നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം മത്തഹാച്ചി പതുക്കെ കതവ് തുറന്ന് അകത്തേക്ക് കയറുകയാണ്. ചെന്ന് നോക്കിയിട്ട് ഒക്കോയുടെ ആ കിടപ്പൊക്കെ കണ്ടിട്ട് മൂടായിട്ട് അവളുടെ പുതപ്പും വലിച്ചു മാറ്റി സ്വന്തം ഡ്രസ്സ് ഊരി കളഞ്ഞിട്ട് മത്തഹാച്ചി നേരെ കാര്യപരിപാടിയിലേക്ക് കടക്കാൻ അങ്ങ് പോവാണ്. പക്ഷെ ഒക്കോ അങ്ങനെ ഭയങ്കര ഉറക്കത്തിലൊന്നുമല്ല. അവളിങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ ആരാ, ടക്കേസോ ആണോ അതോ മത്തഹാച്ചി ആണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് മത്തഹാച്ചി ഒന്ന് പതറി. അവൻ ഉടനെ ചിന്തിക്കുകയാണ്, അതെന്താ ഇപ്പോൾ ഇവൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്, ഇനി ഞങ്ങളിൽ ഒരാളോട് മാത്രമേ ഇവൾക്ക് താല്പര്യമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മത്തഹാച്ചി ചിന്തിക്കുന്നു. പിന്നെ അവൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, അയ്യേ ഞാൻ എന്തിനാ ഇങ്ങനെ വെറുതെ മണ്ടത്തരം ആലോചിച്ച് പോകുന്നത്, ഒന്നുമില്ലെങ്കിൽ സുജിക്കാസെ കൊള്ള സംഘത്തിലെ ഒരു 4 പേരെ ഞാൻ വെട്ടി വീഴ്ത്തിയിട്ടുണ്ടല്ലോ, അപ്പോൾ എന്നോട് ഒക്കോയ്ക്ക് എന്തായാലും ഇഷ്ടക്കേടൊന്നും കാണില്ല. അങ്ങനെ മത്തഹാച്ചി മാറ്റി ചിന്തിക്കുകയാണ്. എന്നിട്ട് അടുത്ത സെക്കൻഡ് തന്നെ ഈ നാറി എടുത്ത വായിക്ക് ഇത് ഞാനാണ്, ടക്കേസോ ആണെന്ന് ഒക്കോയോടങ്ങ് പറയും. എന്നിട്ട് അതിനുശേഷം ഇവൻ ചിന്തിക്കും, അയ്യോ ഞാൻ എന്തിനാ ഇപ്പം അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്, എന്താ എനിക്ക് പറ്റിയെന്നൊക്കെ മത്തഹാച്ചി ചിന്തിക്കും. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ടക്കേസോയുടെ അത്രയും കഴിവില്ല എന്ന് കോംപ്ലക്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഈ മത്തഹാച്ചി. അതുകൊണ്ടാണ് ഏത് വിധേനയും പരിപാടി നടക്കാൻ വേണ്ടിയിട്ട് കള്ളം പറയാൻ പോലും അവൻ തയ്യാറായത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് നേരെ USB കണക്ട് ചെയ്യാൻ പോർട്ട് തപ്പിക്കൊണ്ടിരിക്കുന്ന മത്തഹാച്ചിയുടെ പെൻഡ്രൈവ് പിടിച്ചിട്ട് ഒക്കോ പറയുന്നുണ്ട്, നീ ഒരു ചീത്ത കുട്ടിയാണല്ലോ, കാര്യം നിന്റെ കല്യാണം ഉറപ്പിച്ചതാണെന്നല്ലേ മുമ്പ് നീ ആ കുടിച്ചോണ്ടിരുന്നപ്പോൾ പറഞ്ഞത് എന്നൊക്കോ ചോദിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ മത്തഹാച്ചിക്ക് പിടികിട്ടി, ഒക്കോയ്ക്ക് കാര്യം മനസ്സിലായി. അതായത് വന്നിരിക്കുന്നത് ടക്കേസോ അല്ല മത്തഹാച്ചിയാണെന്ന് ഒക്കോയ്ക്ക് പിടികിട്ടി എന്ന് മത്തഹാച്ചിക്ക് മനസ്സിലായി. അപ്പോൾ ഇതറിഞ്ഞിട്ട് അവനിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ആ പൊസിഷനിൽ തന്നെ കിടന്നിട്ട് പുള്ളി ഒക്കോയെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ കാര്യപരിപാടികളെല്ലാം നല്ല വൃത്തിക്ക് അങ്ങ് നടന്നു. പിന്നെ നമ്മളെ കാണിക്കുന്നത് നേരം പുലർന്നിട്ടുള്ള ഒരു ഷോട്ടാണ്. അപ്പോൾ മത്തഹാച്ചി അവിടെ ഒരു കുളക്കടവിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. മത്തഹാച്ചിയുടെ മുഖത്തൊക്കെ ആണെങ്കിൽ ആകെ എന്തോ ഒരു കുറ്റബോധമാണോ എന്തോ ഒരു ഫീലിംഗ് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അക്കേമിയും ടക്കേസോയും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. അവർ ഡ്രസ്സും ഒക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അക്കേമി പറയുന്നുണ്ട്, ചോരക്കറയൊക്കെ കാണും ഇന്നലെ നടന്ന ഫൈറ്റിന്റെ, അപ്പോൾ അത് പെട്ടെന്ന് കഴുകി കളഞ്ഞില്ലെങ്കിൽ പോവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. മത്തഹാച്ചിക്കാണെങ്കിൽ കുറ്റബോധമാണ് ഇന്നലെ രാത്രിയിലത്തെ കാര്യത്തിൽ. കാര്യം ടക്കേസോയുടെ പേര് അവൻ ഉപയോഗിച്ചല്ലോ. അപ്പോൾ അതിന് ടക്കേസോയുടെ സോറിയൊക്കെ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ്, വെള്ളത്തിലേക്ക് മുങ്ങിക്കിടന്നിട്ട്. അതേപോലെ തന്നെ ഗ്രാമത്തിൽ മത്തഹാച്ചി കല്യാണം കഴിക്കാനായിട്ട് പോകുന്ന ഒട്സുവിൻ്റെ അടുത്തും സോറി പറയുന്നുണ്ട്, ഒട്സു എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇന്നലെ നിന്നെ ചീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അവൻ നേരെ ടക്കേസോയോട് പറയുകയാണ്, നമുക്ക് വീട്ടിൽ പോവാം, ഇന്ന് തന്നെ വീട്ടിൽ പോവാമെന്ന് പറയുന്നു. അതായത് മിയാമോട്ടോയിലെ ഗ്രാമത്തിലേക്ക് മടങ്ങി പോവാമെന്ന് മത്തഹാച്ചി ടക്കേസോയോട് പറയുന്നു. ഇപ്പോൾ സുജിക്കാസെ ഗ്യാങ്ങിലുള്ള ഒരു കുതിരപ്പുറത്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് റിവഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ അവന്മാർ പരസ്പരം പറയുന്നുണ്ട്, മറ്റവർ 2 പേരേ ഉള്ളൂ, എന്നാലും സൂക്ഷിക്കണം, കാര്യം അവന്മാരാണ് നമ്മുടെ ബോസിനെ കൊന്നത് എന്നൊക്കെ ഇവന്മാർ പറയുന്നു. പിന്നെ അവന്മാരുടെ വേറൊരു ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്തായാലും തെന്മ മരിച്ചല്ലോ, അപ്പോൾ ഇനി ഒക്കോയുമായിട്ട് നമുക്ക് കലാപരിപാടി നടത്താം എന്ന് പറഞ്ഞിട്ട് ആ ഒരു എക്സൈറ്റ്മെന്റിലും കൂടാണ് ഇവന്മാർ വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇവന്മാർ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. ഞാൻ ആദ്യം പരിപാടി നടത്തും, അല്ല ഞാൻ നടത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാർ തന്നെ പരസ്പരം ഈ കാര്യം പറഞ്ഞ് അടിയാണ്. അപ്പോൾ ഒക്കോ ഇങ്ങനെ വീട്ടിനുള്ളിൽ ഇരിക്കുകയാണ്. അപ്പോൾ പുറത്ത് ആ കുതിരക്കുളമ്പടിയുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് ഒക്കോ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ കുളക്കടവിൽ നിൽക്കുന്ന ടക്കേസോ, അക്കേമി, മത്തഹാച്ചി അവരുടെ കോൺവെർസേഷൻ നമ്മളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, മിയാമോട്ടോ വില്ലേജിലേക്ക് തിരിച്ചു പോകുന്നതാണോ പറയുന്നതെന്ന് അക്കേമി ചോദിക്കുന്നു. അപ്പോൾ മത്തഹാച്ചി പറയാണ്, അതെ ഞാൻ ഒട്സുവിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു എന്നിങ്ങനെ പറയുന്നു. നീ മിസ് ചെയ്യോടാ തെണ്ടി. അപ്പോൾ ഉടനെ ടക്കേസോ പറയാണ്, ശരിയാ നീ പോണം, നീ പൊക്കോളാൻ പറയുകയാണ്. ഉടനെ അപ്പോൾ മത്തഹാച്ചി ചോദിക്കുകയാണ്, ഞാൻ പൊക്കോളാനോ, അപ്പോൾ നീ എൻ്റെ കൂടെ വരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് അവൻ എടുത്ത വായിക്ക് അടുത്തത് ചോദിക്കുന്നത്, നീ ഒക്കോയുടെ അക്കേമിയുടെ ഒപ്പം പോവാണെന്നാണോ പറയുന്നതെന്ന്. അതാണ് അവൻ അറിയേണ്ടത്. അപ്പോൾ ഉടനെ ടക്കേസോ പറയുന്നുണ്ട്, ഇവരുടെ കൂടെ പോകാനൊന്നും അല്ല, കാര്യം ഇനി ഒരു തിരിച്ചുവരവില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഞാൻ മിയാമോട്ടോ ഗ്രാമം വിട്ടത് എന്ന് ടക്കേസോ പറയുകയാണ്. അതായത് ഈ നിമിഷം മുതൽ
ഈ നിമിഷം മുതൽ ഞാനൊരു നാടോടിയാണ്, ഞാനൊരു വാഗബോണ്ടാണ് എന്നാണ് ടക്കേസോ അവിടെ വെച്ച് പറയുന്നത്. ശേഷം ടക്കേസോ ഇങ്ങനെ മേളിലേക്ക് നോക്കുമ്പോൾ വഴിയിൽ കൂടെ കുതിരപ്പുറത്ത് സുജിക്കാസെ ഗ്യാങ്ങിലുള്ളവർ പോകുന്നതാണ്. ഒക്കോയുടെ വീടിനെ ലക്ഷ്യമാക്കിയിട്ട് അവരിങ്ങനെ പോവുകയാണ്. അപ്പോൾ ടക്കേസോ പറയുന്നു അവരിങ്ങെത്തി, അവർ വന്നിട്ടുണ്ടെന്ന് പറയുന്നു സുജിക്കാസെ ഗ്യാങ്. എന്തായാലും നമുക്കിനി ചാപ്റ്റർ 7 കൂടെ നോക്കാം. ചാപ്റ്റർ 7 ഫെയർവെൽ ടക്കേസോ. അപ്പോൾ ടക്കേസോയോട് വിട പറഞ്ഞിട്ട് ഇനിയിപ്പോൾ മത്തഹാച്ചിയൊക്കെ എങ്ങോട്ടേക്കാ മിയാമോട്ടോ വില്ലേജിലേക്ക് തിരിച്ചു പോയോന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ സുജിക്കാസയിലെ ആൾക്കാർ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കുകയാണെന്ന് ടക്കേസോ ഒക്കെ ഇങ്ങനെ പറയുന്നു. ഉടനെ അക്കേമി പറയുകയാണ് അയ്യോ അമ്മ തനിച്ചാണ് വീട്ടിൽ, ഒക്കോ തനിച്ചാണെന്ന് പറയുന്നു. ഉടനെ ടക്കേസോ അങ്ങോട്ടേക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഓടിപ്പോവാണ്. അപ്പോൾ അക്കേമിയും കൂടെ വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടക്കേസോ പറയുകയാണ് നീ ഇവിടെ തന്നെ നിന്നോ, നീ വരണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മത്തഹാച്ചി ആണെങ്കിലും അക്കേമിയോട് പറയുന്നുണ്ട് അതെ നീ വന്നു കഴിഞ്ഞാൽ പ്രശ്നം, അവിടെ കുറച്ച് വെട്ടും കുത്തുമൊക്കെ നടക്കും. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒക്കോയെ തിരിച്ചു കൊണ്ടുവരാം, ഞാൻ പ്രോമിസ് വരുന്നു എന്ന് പറഞ്ഞിട്ട് ടക്കേസോയും മത്തഹാച്ചിയും കൂടെ ഓടുകയാണ്. അപ്പോൾ അക്കേമി അവിടെ നിന്ന് ടക്കേസോയെ പറ്റി ഇങ്ങനെ ചിന്തിക്കുകയാണ്, അവൾക്ക് ടക്കേസോയുടെ കൂടെ പോകണമെന്നുണ്ട്. അപ്പോൾ ടക്കേസോ നല്ല ഫാസ്റ്റിൽ ഒക്കോയുടെ വീട്ടിലേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. മത്തഹാച്ചി പുറകെ ഉണ്ട്. മത്തഹാച്ചി പക്ഷേ കുറച്ച് സ്ലോയിലാണ് ഓടുന്നത്. ഇങ്ങനെ സ്പീഡിൽ പോയിട്ടും ടക്കേസോയുടെ ഒപ്പം എത്താൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ പറയുന്നുണ്ട് അവൻ എന്ത് സ്പീഡിലാണ് ഓടുന്നത്, എടാ ഒന്ന് പതുക്കെ ഓട്, ഞാൻ പുറകെ ഉണ്ട്, എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മത്തഹാച്ചി ഇങ്ങനെ ഓടി വന്ന് നോക്കുമ്പോൾ വീടിൻ്റെ പുറത്ത് കുറേ കുതിരകളൊക്കെ കിടപ്പുണ്ട്. ആൾക്കാർ വീടിനകത്ത് കയറി. അപ്പോൾ അവരുടെ പുറകെ തന്നെ ടക്കേസോയും ചാടി വീടിനകത്തേക്ക് കയറിയിട്ടുണ്ട്. ഉടനെ മത്തഹാച്ചി പറയുന്നുണ്ട് എടാ നിനക്ക് വട്ടു വല്ലതും ഉണ്ടോ, നീ ചാവാൻ തന്നെ വേണ്ടിയുള്ള പോക്കാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മത്തഹാച്ചി ഒന്ന് അറച്ച് നിൽക്കുന്നുണ്ട്, ഒന്ന് പേടിച്ച് നിൽക്കുന്നുണ്ട്. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ വാളില്ല, അവൻ്റെ വാൾ ആ വീട്ടിനകത്ത് തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവൻ അങ്ങോട്ടേക്ക് കയറി പോകാൻ ഒരു പേടി. ടക്കേസോ അകത്ത് കയറി കഴിഞ്ഞപ്പോഴേ അടിയും വെട്ടുമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറേ പേരെ തല്ലി വെളിയിലേക്ക് ഇടുന്നു. എന്നിട്ട് ഒക്കോ എവിടെയാണെന്ന് ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം നോക്കുകയാണ്. അപ്പോൾ അവന്മാർ ചോദിക്കുന്നുണ്ട് നീ അല്ലേടാ ഞങ്ങളുടെ ബോസിനെ കൊന്നതെന്ന് അവന്മാരിങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ അവരെല്ലാവരും ടക്കേസോയെ ഇങ്ങനെ അമ്പരന്ന് നോക്കുകയാണ്. അതായത് ഈ തെന്മയെ പോലെ ഇത്ര സ്ട്രോങ്ങർ ആയിട്ടുള്ള ആളെ ഇവൻ എങ്ങനെ കൊന്നു. അതായത് സുജിക്കാസെ തെന്മ എന്ന് പറയുന്നത് 300 കൊള്ളക്കാരൊക്കെ അടങ്ങുന്ന വലിയൊരു കൊള്ളസംഘത്തിന്റെ തലവനാണ്. അപ്പം അവനെ ഈ കൊച്ചു പയ്യൻ എങ്ങനെ കൊന്നു എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അതേപോലെ തന്നെ ഇവന്മാർ പറയുന്നുണ്ട് ഇവൻ നമ്മുടെ അഭിമാനമാണ് നശിപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ വിവരം പുറത്തറിഞ്ഞാൽ, ഇവനെ പോലെ ഒരു കൊച്ചു പയ്യൻ നമ്മുടെ ബോസിനെ കൊന്നു എന്നുള്ള കാര്യം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വില മുഴുവൻ പോകും. അതുകൊണ്ട് അതിനു മുമ്പേ ഇവനെ കൊന്നു കളയണം എന്നിവർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവന്മാർ പറയുന്നുണ്ട് ആ ഒക്കോയോടുള്ള ആക്രാന്തം മൂത്തിട്ട് ശ്രദ്ധ തെറ്റിപ്പോയത് കാരണമാണ് തെന്മ ഇവന്റെ കൈകൊണ്ട് മരിച്ചതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ടക്കേസോ എന്തായാലും 17 വയസ്സുള്ളൊരു പയ്യനല്ലേ, ഇവനെ നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ, ഒരുമിച്ച് നിന്നാലെന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ വാളും ഒക്കെ എടുത്തുകൊണ്ട് വെട്ടാൻ വേണ്ടിയിട്ട് വരികയാണ്. പക്ഷേ ടക്കേസോ അവന്മാരുടെ അറ്റാക്സ് എല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മത്തഹാച്ചി ഇപ്പോഴും വീടിന്റെ പുറത്ത് ആ മരത്തിന്റെ മറവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവന്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് ഞാൻ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ, അവിടേക്ക് പോവും, അവിടെ ചെന്നിട്ട് ടക്കേസോയെ സഹായിക്കുക, അവന്മാരിലുള്ള ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരു വാള് എടുത്തിട്ട് യുദ്ധം ചെയ്യാനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അവന് പേടിയാണ്, അവന്റെ കാൽ അവിടുന്ന് ഒരടി പോലും അനങ്ങുന്നില്ല. മത്തഹാച്ചിയുടെ ആ മനസ്സ് പറയുന്നത് ശരീരം അങ്ങോട്ട് അനുസരിക്കുന്നില്ല. അതായത് സുജിക്കാസെ ഗാങ്ങിലുള്ളവന്മാരൊന്നും അത്ര വലിയ ആൾക്കാരൊന്നും അല്ല, നീ പോയി അവന്മാരെ എടുത്ത് യുദ്ധം ചെയ്യും മത്തഹാച്ചി. ഇപ്പം നീ ടക്കേസോയുടെ പുറകിലായി പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നീ അവന്റെ നിഴലിൽ ജീവിക്കേണ്ടി വരും. അവര് അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നീ ഒന്നും ഇല്ലെങ്കിലും ഇന്നലെ 4 പേരെ കൊന്നതല്ലേ മത്തഹാച്ചി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അവൻ. അതേപോലെ മത്തഹാച്ചി ചിന്തിക്കുന്നുണ്ട് അവൻ എൻ്റെ ഉറ്റ സുഹൃത്തല്ലേ, എൻ്റെ അതേ പ്രായം തന്നെയുള്ളവനും, അതേപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരേ വില്ലേജിൽ നിന്ന് തന്നെയാണ് വരുന്നത്, എന്നിട്ട് എന്തുകൊണ്ടാണ് ഞാൻ അവൻ്റെ താഴെയാണെന്ന് എനിക്ക് തോന്നുന്നതെന്നൊക്കെ മത്തഹാച്ചി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ചൈൽഡ്ഹുഡിലെ ഒരു ഫോട്ടോ ഇങ്ങനെ നമ്മളെ താഴെ കാണിക്കുന്നുണ്ട്. അപ്പോൾ മത്തഹാച്ചി മനസ്സിൽ ഇങ്ങനെ പറയാണ് ഞാൻ അകത്തേക്ക് പോവാണ്, ഇവരുമായിട്ട് യുദ്ധം ചെയ്യാൻ പോവാണ്, എന്നിട്ട് ഒക്കോയെ ഞാൻ അവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരും എന്ന് പറഞ്ഞിട്ട് 1 2 3 എണ്ണി അങ്ങോട്ടേക്ക് പോവാൻ ഇങ്ങോട്ട് തുടങ്ങുമ്പോഴേ മത്തഹാച്ചി എന്ന് പറയുന്ന ഒരു വിളിയാണ്. തിരിഞ്ഞു നോക്കി കഴിയുമ്പോൾ ഒക്കോ അപ്പോൾ ആ വീട്ടിൽ ഇരുന്നിട്ട് ഇവരുടെ കുതിരക്കുളമ്പടി ശബ്ദം കേട്ടപ്പോഴേ ഇറങ്ങി പുറത്തു പോയതാണ്. അപ്പോൾ ഒക്കോ സേഫ് ആണെന്ന് അറിഞ്ഞപ്പോൾ മത്തഹാച്ചിക്ക് ഒരു സന്തോഷം. ഉടനെ ഒക്കോ എടുത്ത് ചോദിക്കുന്നുണ്ട് നീ എങ്ങനെ പുറത്തിറങ്ങിയെന്നൊക്കെ ചോദിക്കുന്നു. എന്തോ കുഴപ്പം നടക്കാൻ പോകുന്നു എന്ന് തോന്നിയിട്ട് ഞാൻ പുറത്തോട്ടിറങ്ങുകയും അവരിടിച്ച് വീടിനകത്തേക്ക് കയറുകയും കൂടെ ഒരുമിച്ചായിരുന്നു, ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടതെന്ന് ഒക്കോ മത്തഹാച്ചിയോട് പറയുന്നുണ്ട്. അപ്പം നീ എന്തായാലും സേഫ് ആയതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒക്കോയുടെ തോളിലേക്ക് ഇങ്ങനെ കൈവെക്കുകയാണ് ആര്, നമ്മുടെ മത്തഹാച്ചി. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒക്കോ അവിടെ ഇങ്ങനെ പേടി കൊണ്ട് ഇങ്ങനെ വിറയ്ക്കുകയാണ്. അപ്പോൾ മത്തഹാച്ചി അവളോട് ഇങ്ങനെ ചോദിക്കുകയാണ് നീയും ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയാണല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ഒക്കോ പറയുന്നുണ്ട് ഇത്രയും കാലം ഞാൻ പേടിയൊന്നും പുറത്ത് കാണിക്കാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് അറിയായിരുന്നു, അതായത് തെന്മയ്ക്ക് ഇവളെ സ്വന്തമാക്കണമെന്നൊരാഗ്രഹം ഉണ്ടെന്ന് അറിയാം. അപ്പോൾ എന്തായാലും തെന്മ ഇവളെ ഉപദ്രവിക്കാനുള്ള പരിപാടികളൊന്നും ചെയ്യില്ല എന്ന് ഇവൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ തെന്മ മരിച്ചു, സോ അയാളുടെ സബോർഡിനേറ്റ്സ് എങ്ങനെ പെരുമാറും എന്നറിയില്ല. സോ ഇപ്പോൾ എന്തായാലും
ഒക്കോയ്ക്ക് നല്ല പേടിയുണ്ട്. അതേപോലെ തന്നെ അവൾ മത്തഹാച്ചിയോട് പറയുന്നുണ്ട്, എന്നെ നീ ഒരിക്കലും വെറുക്കരുതെന്ന് പറഞ്ഞിട്ട് മത്തഹാച്ചിയുടെ പുറത്തേക്ക് അങ്ങ് വീഴുകയാണ്. ഉടനെ മത്തഹാച്ചി ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അയ്യോ അപ്പോൾ തക്കേസോയുടെ കാര്യം എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഓടിപ്പോകാൻ തുടങ്ങിയപ്പോഴാണല്ലോ ഒക്കോ ഇങ്ങ് വന്നത്. അപ്പോൾ ഇവിടെ അകത്ത് ചോരക്കളി നടക്കുകയാണ്. ടക്കേസോ വാളെടുത്ത് അരിഞ്ഞ് തള്ളുകയാണ് ഓരോരുത്തന്മാരെ. മുന്നും പിന്നും നോക്കാതെ ചറ പറ വെട്ടുകയാണ്. വരുന്നവൻ്റെ എല്ലാം കൈയും തലയും എല്ലാം വെട്ടി അരിഞ്ഞെടുത്തോണ്ടിരിക്കുകയാണ്. ഒരു ഭയങ്കര റോ ആയിട്ടുള്ള ഒരു അറ്റാക്കാണ്. എങ്ങോട്ടൊക്കെയാണെന്ന് നോക്കുന്നില്ല, തലങ്ങും വിലങ്ങും വീശിക്കൊണ്ടിരിക്കുകയാണ്. കയറി വരുന്നവന്മാരുടെ എല്ലാം തലയും കയ്യും എല്ലാം പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നിന്നവന്മാർ കുറച്ച് പുറകിലേക്ക് വലിഞ്ഞു. എന്നിട്ട് അവരോട് പരസ്പരം പറയുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവനെ വീഴ്ത്താൻ പറ്റും, ആരും ഓടിപ്പോകരുതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ മുന്നോട്ട് വരുന്നവന്മാരുടെ എല്ലാം ഇപ്പോൾ കൈയൊക്കെ അരിഞ്ഞ് തള്ളി. കൂട്ടത്തിൽ തന്നെ ടക്കേസോ ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഒക്കോ മത്തഹാച്ചി നിങ്ങൾ രണ്ടുപേരും എവിടെയാ, നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഈ പാനിലൊക്കെ നോക്കിയേ, കഴുത്തൊക്കെ ഈ വാഴത്തട വെട്ടുന്ന പോലെയാണ് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ടക്കേസോ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്, മത്തഹാച്ചി നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വാ തുറന്ന് എന്തെങ്കിലും പറയടാന്ന് ഇങ്ങനെ ഉറക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒരു ഫ്രണ്ട് ഒരിടത്ത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവൻ്റെ കൂടെ പോയി ഫൈറ്റ് ചെയ്യും. ഇനിയിപ്പോൾ മത്തഹാച്ചിയെ പോലെ കുറച്ച് പേടിയൊക്കെ ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ ആ ഫ്രണ്ടിനോട് വലിയ കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? ഈ സ്ഥലം വിട്ടിട്ട് ഓടിപ്പോവും. പക്ഷെ മത്തഹാച്ചി ഈ രണ്ടും അല്ല ചെയ്തത്. മത്തഹാച്ചി ചെയ്തത് എന്താണെന്ന് ഇപ്പം കാണിച്ചു തരാം. എന്നടാ പണി വെച്ചിരിക്കേ. അപ്പൊ അകത്തെ വെട്ടും കുത്തും പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സുജിക്കാസെ ഗാങ്ങിലുള്ളവന്മാരെല്ലാം തല വേറെ കൈ വേറെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ആ കിടക്കുന്ന ഡെഡ് ബോഡിയൊക്കെ കാക്ക വന്നിങ്ങനെ കൊത്തിപ്പറിച്ചോണ്ടിരിക്കുകയാണ്. ടക്കേസോ ആണെങ്കിൽ ദേഹം മുഴുവൻ ബ്ലഡൊക്കെ ആയി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ്. മത്തഹാച്ചി ഒക്കോയും കൂടെ കലാപരിപാടി നടത്തിയ മരത്തിന്റെ കീഴിലേക്കൊക്കെ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അവരുടെ ഡ്രസ്സിന്റെ കുറച്ച് ഭാഗങ്ങൾ, അതേപോലെ തന്നെ ഒക്കോയുടെ കയ്യിലിരുന്ന ആ ചീപ്പ്, അതൊക്കെ ഇങ്ങനെ തറയിൽ കിടക്കുന്ന കണ്ടു. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റി എന്നുള്ള കൺക്ലൂഷനിലാണ് നമ്മുടെ പാവം ടക്കേസോ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവനവിടെ മത്തഹാച്ചിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ചാപ്റ്റർ 7 എൻഡ് ആവുകയാണ്. അപ്പോൾ 2 ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. സോ അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.